അസ്സലാമലൈക്കും. ഞാനിന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു സംവിധായകനോ ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്ന ആളോ കണ്ടാൽ നല്ലൊരു സ്റ്റോറിയാണ്. ഈ കഥ നിങ്ങൾ ഒന്നുകിൽ ഷൂട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല പണം ലാഭിക്കും. അത്രക്കും നല്ല സ്റ്റോറിയാണ് ഈ സഖാഫിമാരും ഈ സുന്നി പണ്ഡിതന്മാരൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഒരിക്കൽ മഹാനവറുകൾ അരീക്കോടിനടുത്ത് ഒരു മൈത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട്. ഭക്ഷണത്തിൽ ഇറച്ചി വരട്ട് എന്ന് പറയും, അഥവാ കറി അല്ലാത്ത രൂപത്തിൽ വളരെ ടൈറ്റായ രൂപത്തിൽ ഇറച്ചി ബീഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭക്ഷണം കൂടെയുള്ള ആളുകൾ ഒന്ന് ഉഷാറായി നല്ല റാഹത്തായ രൂപത്തിൽ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ച ആ സദസ്സിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് സിയമരുള്ളായി ആ ഭക്ഷണം ഉണ്ടാക്കി ആ ബീഫ് കൊണ്ടുവച്ച ആ പാത്രത്തിലേക്ക് കൈ വിരൽ ചൂണ്ടിക്കൊണ്ട് കാഫർ അറുത്തത് നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല, അത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയ പാത്രത്തിൽ ഇട്ടിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചു മൂടും എന്ന് മഹാനവറുകൾ പറഞ്ഞു. അപ്പോൾ കൂടെയുള്ളവർക്ക് സംശയമായി. കാരണം സിയമരുള്ളായി മഹാനവറുകൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കാഫറിൻ്റെ കടയിൽ നിന്നാണോ ഈ വീട്ടുകാരൻ ഇറച്ചി വാങ്ങിയത് എന്ന് വരെ ആളുകൾ സംശയിച്ചു. അപ്പോൾ ഈ വീട്ടുകാരനോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് ഈ മാംസം വാങ്ങിയത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വാങ്ങാറുള്ള മുഹമ്മാക്ക എന്ന് പറയുന്ന അരീക്കോടിലുള്ള ഒരു കച്ചവടക്കാരനാണ്. മുഹമ്മാക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞു. ഏതായാലും സിയമലുള്ളായുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് ആ മാംസം ഉണ്ടാക്കിയ പാത്രത്തിലിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചു മൂടി. അങ്ങനെ ആ ഭക്ഷണം അവിടെ നിന്ന് മാറ്റി അത് കൊണ്ടുപോയി കുഴിച്ചു മൂടി. എന്നിട്ട് മഹാനവറുകളുടെ കൂടെ ഉണ്ടായിരുന്ന ഖാദിമീങ്ങൾ അവർക്കൊരു സംശയം, ഈ ഭക്ഷണം ഈ മാംസത്തിൽ എന്തോ ഒരു പിഴവ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ മഹാനവറുകൾ ഇങ്ങനെ സൂചന പറഞ്ഞത്. അങ്ങനെ ഈ വീട്ടുകാരനെ കൂട്ടി ഈ ഇറച്ചിക്കടക്കാരൻ്റെ അടുത്ത് ചെന്നു. അവനോട് ചോദിച്ചു, നമ്മുടെ മൃഗങ്ങളെ ആരാണ് അറക്കാറുള്ളത്? അത് നമ്മുടെ സുന്നി പള്ളിയിലെ മൊല്ലാക്കയാണ്, മുഅദ്ദിനാണ് അറക്കാറുള്ളത്. ഇന്നത്തെ മൃഗത്തിന് ആരാണ് അറുത്തത്? ഇന്ന് നമ്മുടെ സുന്നി പള്ളിയിലെ മുഅദ്ദിൻ നാട്ടിൽ പോയതായിരുന്നു. അപ്പം മുജാഹിദ് പള്ളിയിലുള്ള മൗലവിനെ കൊണ്ടാണ് ഞാൻ അർപ്പിച്ചത്. ഇന്ന് നമ്മുടെ സുന്നി പള്ളിയിലെ മുഅദ്ദിൻ നാട്ടിൽ പോയതായിരുന്നു. അപ്പം മുജാഹിദ് പള്ളിയിലുള്ള മൗലവിനെ കൊണ്ടാണ് ഞാൻ അർപ്പിച്ചത്. അപ്പോൾ ഇതിവിടെ അറക്കേണ്ട ആൾ അറുത്തിട്ടില്ലത്, അർത്ഥം ശരിയായിട്ടില്ല എന്ന മഹാനവറുകളുടെ ഇതിൽ കാണുകയാണ്, സിയമലുള്ളാഹി കാണുകയാണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഇവിടെ അറക്കേണ്ട ആൾ അറുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഹലാലല്ലാത്തത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ഹറാം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തു മാറ്റാൻ കൽപ്പിച്ചത്. അരീക്കോട് ഭാഗത്ത് ഒരു മൈത്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് CM മടവൂരിനെ സൽക്കാരത്തിന് വിളിച്ചതാണ് ഒരു ആൾ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഭക്ഷണം കൊണ്ടുപോയി വെച്ചപ്പോൾ, അതായത് ഇറച്ചി ഇങ്ങനത്തെ പത്തിരി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇറച്ചിയിലേക്ക് ചൂണ്ടിങ്ങേറ്റ് CM മടവൂര് പറയാണ്, ഈ ഭക്ഷണം കാഫിർ അറുത്തതാണ്, അത് ഭക്ഷിക്കാൻ പറ്റൂല എന്ന്. അപ്പം ഭക്ഷിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ അറുത്തതായതായാലും മുസ്ലിമാണോ അള്ളാഹുവിനെ റസൂലിനെ വിശ്വസിക്കുന്ന ഒരാളാണോ അദ്ദേഹം അറുത്തതാണെങ്കിൽ അത് ഭക്ഷിക്കുന്നതിന് എന്താ കുഴപ്പം? അപ്പം ഞാൻ പറയുന്നത്, ഈ CM മടവൂർ എങ്ങനെ ഇത് അറിഞ്ഞു? അള്ളാഹുവിൻ്റെ കഴിവുകളെല്ലാം CM മടവൂരിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് സുന്നി പണ്ഡിതന്മാരെല്ലാവരും അങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ഇവരുടെ പടച്ചോനാണോ CM മടവൂരിന്ന് നമുക്ക് തോന്നിപ്പോകും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അറക്കുന്ന മയമാക്ക ലീവായത് കാരണം കൊണ്ട് അടുത്ത പള്ളിയിലെ മുജാഹിദ് പള്ളിയിലെ അതവിടുത്തെ ഉസ്താദിനെ കൊണ്ട് അർപ്പിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവരൊരു പരസ്നേഹം, മുജാഹിദും സുന്നിയായിട്ടുള്ള സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പക്ഷെ CM മടവൂരിന് അതില്ല. CM മടവൂര് പറയുകയാണ്, ആ കാഫിർ അറുത്ത ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല. അപ്പം ഈ CM മടവൂര്, ഞാൻ CM മടവൂരിനല്ല കേട്ടോ കുറ്റം പറയുന്നത്. ഞാൻ കുറ്റം പറയുന്നത് ഇവിടുത്തെ പൗരോഹിത്യ വിഭാഗത്തിനെയാണ്, സുന്നി വിഭാഗത്തിനെയാണ് കുറ്റം പറയുന്നത്. ഇത് പറയുന്നത് കെട്ടുകഥ ഉണ്ടാക്കുന്നവരെയാണ് കുറ്റം പറയുന്നത്. ഞാൻ CM മടവൂരിന് ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നു. ആ മനുഷ്യൻ എങ്ങനെയായിരുന്നെന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ട് പോരുന്നു.
അപ്പൊ ഇങ്ങനത്തെ കെട്ടുകഥകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നത്തെ സമൂഹത്തിൽ ഇതൊന്നും വില പോകില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ CM അടവൂർ അങ്ങനെ പറഞ്ഞണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊരു മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോകൾ ഇറക്കുന്നത് നിർത്തുക. കാരണം എന്താ വെച്ചാൽ അല്ലാഹു എല്ലായിടത്തും ഉണ്ടെന്ന് നിങ്ങളും നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പം ഇതും ഒരു കളവ് പ്രചരണമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം നിങ്ങൾ തെറ്റിലേക്ക് വഴുതി വീഴാതെ അള്ളാഹുവിനെയും റസൂലിനെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഈ CM അടവൂർ ലോകം നിയന്ത്രിക്കുന്നവരാണൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് ലോക മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ഈ കേരളത്തിലെ ഈ കൊച്ചു കേരളത്തിൽ നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഒരുപക്ഷെ അത് ഒരു വിജയമായിട്ട് കാണുന്നില്ല. പണ്ടല്ല ഇതെല്ലാം ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇന്നിപ്പം നിങ്ങൾക്ക് ഈ പറയുന്നതൊന്നും ജനം വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കെട്ടുകഥയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നല്ല ദീനീപരമായിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും ഭയപ്പെട്ട് ജീവിക്കാൻ എല്ലാവരോടും ഞാൻ വസിയത്ത് ചെന്നതുപോലെ എന്നതും തെറ്റിലേക്ക് വഴുതി വീഴാതെ നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല ദീനി പ്രബോധനം ചെയ്യാൻ എല്ലാവർക്കും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.